പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു മധുരക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്തേക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനതിനായി ഒരു മൺചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ബനാന കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതേസമയം ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ഏത്തക്കയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനിയൊന്ന് ഉടച്ചെടുക്കണം. വെന്ത് വരുന്തോറും ഇത് ഉടഞ്ഞു വന്നോളും. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബനാന ഒക്കെ ഒന്ന് നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ തിളയൊക്കെ ഒന്ന് നിന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. തൈരും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു മധുരക്കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് കടുക് വറുത്ത് താളിക്കാം. അതിനായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ കടുകിട്ട് പൊട്ടിക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഏത് കറി ഉണ്ടാക്കിയാലും അതിൽ വറവിടുന്നതാണ് സാധാരണ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മധുരക്കറിയിലേക്ക് ഒന്ന് താളിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.